ദേശീയപാത ചെറുവത്തൂരിൽ വ്യാപാര ഭവൻ റോഡിലേക്കുള്ള അടിപ്പാത വാഹന ഗതാഗതത്തിന് പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി ഗുണഭോക്തൃ കൂട്ടായ്മ വിളിച്ചു ചേർത്ത നാട്ടുകാരുടെ ആലോചനായോഗം പ്രതിഷേധ യോഗമായി മാറി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. സൗകര്യപ്രദമായ അണ്ടർ പാസേജ് പണിയാത്തതിനാൽ വാഹനയാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ചെറുവത്തൂരിലെ ജനത ബഹുജന പ്രക്ഷോഭം നൽകുന്നതിനായാണ് രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഒത്തുചേർന്നത്. ദേശീയപാത നിർമ്മിതിയുടെ ഭാഗമായി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വ്യാപാര ഭവൻ വഴിയുള്ള ഗതാഗത സൗകര്യം നിലനിർത്തുന്നതിനായി നിർമ്മിച്ച അടിപ്പാത വിപുലീകരിക്കണമെന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് നേടിയെടുക്കുന്നതിനു വേണ്ടി പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാൻ തീരുമാനിക്കുകയും ഇതിന് നേതൃത്വം നൽകാനായി കർമ്മസമിതി രൂപീകരിക്കുകയും ചെയ്തു. സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചാമരുത് ദേശീയപാതയുടെ നിർമ്മിതിയെന്നും ഉയരവും വീതിയും കൂട്ടിയുള്ള അണ്ടർ പാസേജ് അനുവദിച്ച് കിട്ടുന്നതുവരെ ഒറ്റക്കെട്ടായി മുന്നേറാനും അടിപ്പാതയ്ക്ക് സമീപം ചേർന്ന ജനകീയ കൂട്ടായ്മ യോഗം പ്രഖ്യാപിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ K ശ്രീധരൻ അധ്യക്ഷനായി. നമ്മൾ ഒരാഴ്ചകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരാഴ്ച നിരാഹാരം കഴിഞ്ഞിട്ടാണ് ഇവിടെ മോശമില്ലാത്തൊരു അടിപ്പാത കിട്ടിയത്. അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂട്ടായ്മ ഒരു വിജയം തന്നെയാണ്. സുരേഷ് ബാലകൃഷ്ണൻ അടക്കമുള്ള ഈ കൂട്ടായ്മ നമ്മുടെ ഇനിയും മുന്നോട്ട് പോയി നല്ലൊരു പ്രക്ഷോഭം നടത്തിയാൽ, നേരത്തെ സംസാരിച്ചവർ പറഞ്ഞ മാതിരി നല്ലൊരു പ്രക്ഷോഭം നടത്തിയാൽ, നമുക്കറിയാം ചെറുവത്തൂർ പഞ്ചായത്തിൽ നിന്ന് അഭിവൃദ്ധ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് റെയിൽവേ വണ്ടി. ഈ പ്രദേശം നേരത്തെ ബഹുമാന്യനായ പ്രമീള പറഞ്ഞതുമാതിരി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പാസഞ്ചേഴ്സ് ഫോറം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.